കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിൽ വൻ തീപിടുത്തം. കെട്ടിടത്തിന്റെ 2 നിലകൾ പൂർണ്ണമായി കത്തിനശിച്ചു. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ആധുനിക വാഹനമടക്കം ദൌത്യത്തിനെത്തിച്ചു. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം ഇവിടെ സംഭവിച്ചു. ആ ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഭീതിയിലാണ്. എന്നാൽ ആ ഭീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം തീയണക്കാനുള്ള ശ്രമങ്ങളിൽ നല്ലൊരു ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. കോഴിക്കോട് നജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഇനി. തീയണയ്ക്കാനുള്ള ശ്രമം മണിക്കൂറുകളായും തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണാൻ കഴിയും. ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് വൈകിട്ട് തൊട്ട് ഈ തീ ഇങ്ങനെ കത്തുന്നത്. ഇപ്പോൾ നിലവിൽ രക്ഷാ പ്രവർത്തകർ ചെയ്യുന്നത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗം തകർക്കുകയും അതിനുള്ളിലൂടെ വെള്ളം പമ്പ് ചെയ്യാനുമാണ് നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ തലത്തിലുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3ഉം 4ഉം നിലകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വലിയ തലത്തിലുള്ള ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയും. കരിപ്പൂരിൽ നിന്നും എയർഫോഴ്സിന്റെ പ്രത്യേകം ഫയർ എഞ്ചിൻ അടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികൾ ആയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും 19-ലധികം വരുന്ന യൂണിറ്റുകളും ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നാട്ടുകാരും സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വലിയ തലത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഇന്ന് വൈകിട്ട് മുതൽ ഇവിടെ ജയലക്ഷ്മി സിൽസിൽ ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.